ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന 31 അധ്യായം 3 ഭാഗം 23 മുതൽ 33 വരെയുള്ള വചനങ്ങള്. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 33 അധ്യായത്തില് അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനതയുടെ അരുകിലേക്ക് പ്രവാചകൻ കടന്നു ചെന്ന് 70 വർഷമായി അവരുടെ അടിമത്വം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ അരുളപ്പാട് വിളംബരം ചെയ്യുകയാണ്. അവരുടെ ദുഃഖങ്ങളും വിഷമതകളും കഷ്ടതകളും ദൈവം കണ്ടിരിക്കുന്നു. മോശയുടെ നേതൃത്വത്തിലാണ് ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് ജനതയെ രക്ഷിച്ചതെങ്കില് ഇവിടെ ബാബിലോൺകാര് പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ ജനതയെ രക്ഷിക്കുവാൻ ദൈവം തന്നെ ഇറങ്ങി വന്ന് ജെറമിയ പ്രവാചകനിലൂടെ സന്ദേശം നൽകുകയാണ്. ഈ സന്ദേശത്തിലെ 3 ഭാഗത്തെ വളരെ ശക്തമായ ഒരു വചനമാണ്: ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അടിമത്തത്തിൽ കഴിയുന്ന ജനതകള് ക്ഷീണിതരാണ്. 70 വർഷമായിട്ട് അവർ അടിമകളായി കഴിയുകയാണ്. നെബൂഖദ്നേസർ രാജാവ് ആദ്യം പിടിച്ചുകൊണ്ടുപോയ എല്ലാവരും തന്നെ മരിച്ചിട്ടുണ്ടാകണം. ഇനി അവശേഷിക്കുന്ന ഇവർ പലരും പ്രായം കൊണ്ടും ചെറുപ്പം കൊണ്ടും കുഞ്ഞുങ്ങളെ ഉള്ളതുകൊണ്ടും ക്ഷീണിതരായി തീർന്നിരിക്കുകയാണ്. അവരെ ശക്തിപ്പെടുത്തുകയാണ്, തിരിച്ചു കൊണ്ടുവരികയാണ്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയാണ്. ജെറമിയ പ്രവചനത്തിലെ 31 അധ്യായത്തിലെ 3 ഭാഗമാണ് ഈ അവസരത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. 23 വചനം. പുതിയ ഉടമ്പടി. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: യൂദാ ദേശത്തും അതിലുള്ള പട്ടണങ്ങളിലും ഉള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ നീതിയുടെ പാളയമേ, വിശുദ്ധ പർവ്വതമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നവർ പറയും. യൂദായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു, എന്റെ ഉറക്കം സുഖകരമായിരുന്നു. ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദാ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാകുന്ന കാലം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്താനും നട്ടുവളർത്താനും ശ്രദ്ധിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പിതാക്കന്മാർ പച്ച മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന ആ നാളുകളിൽ അവർ പറയുകയില്ല. ഓരോരുത്തരും അവനവന്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക. പച്ച മുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ല് പുളിക്കൂ. കർത്താവ് അരുളി ചെയ്യുന്നു: ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളുകളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. അത് ഞാൻ അവരുടെ കർത്താവ് ആയിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു: ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജെറമിയ പ്രവാചകനിലൂടെ അങ്ങ് രക്ഷിക്കുന്ന ശബ്ദമാണല്ലോ ഞങ്ങൾ കേൾക്കുന്നത്. അവിടുന്ന് പറയുകയാണല്ലോ: ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അടിമത്തം കൊണ്ട് ക്ഷീണിച്ചു പോയവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് ക്ഷീണിച്ചു പോയവരുണ്ട്, രാജ്യമില്ലാത്തത് കൊണ്ട് ക്ഷീണിച്ച് മനസ്സ് മുഴുവനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ദൈവമേ, ഈ കാലഘട്ടത്തിലും ക്ഷീണിച്ചു പോയവരെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ തിരുമുമ്പില്, യേശുവിന്റെ മുമ്പിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു. രോഗം കൊണ്ട് ക്ഷീണിച്ചു പോയവരെ പ്രത്യേകമായി അനുസ്മരിക്കണമേ. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പൗരന്മാരെ ശ്രദ്ധിക്കണമേ.
വിസ നഷ്ടപ്പെട്ടും പാസ്പോർട്ട് നഷ്ടപ്പെട്ടും എല്ലാം കഴിയുന്ന വിദേശ രാജ്യങ്ങൾ അടിമകളെ പോലെ കഴിയുന്ന ആളുകളുണ്ട്. ജയിലുകളിൽ കഴിയുന്നവരുണ്ട്. അവരെ എല്ലാം അങ്ങ് ശക്തിപ്പെടുത്തണമേ. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ, സ്വന്തമായിട്ട് 5 സെന്റ് സ്ഥലം ലഭിക്കുവാനും ഒരു പുര പണിയാനും ആഗ്രഹിക്കുന്നവരെ അങ്ങ് ശക്തിപ്പെടുത്തവനെ. അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള അങ്ങയുടെ ആ തിരുവചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ആരെയൊക്കെയോ വീടുകളില്ലാത്തവരെ, ഭവനങ്ങളില്ലാത്തവരെ അങ്ങ് കൊടുക്കുന്നതായിട്ടുള്ള സന്ദേശം നൽകുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ, വ്യക്തികളുടെ ഭാഗത്തു നിന്നോ, സമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ വീടുകൾ ലഭിക്കാനിടയാകട്ടെ. നഷ്ടപ്പെട്ടവരെ ധൈര്യപ്പെടുത്തണമേ. അങ്ങയുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അടിമകളായി കഴിയുന്നവർക്ക് രോഗം ബാധിച്ചല്ലോ. രോഗികളായി കഴിയുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നാഥ. ശക്തിയേറിയ അങ്ങയുടെ ആ കരം മഹത്തായ വചനങ്ങളാൽ അവരെ ഫലഭൂഷ്ടമാക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി. സ്നേഹമുള്ളവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ക്ഷീണിതരെ ശക്തിപ്പെടുത്തുന്ന, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ഈ ദൈവത്തിന്റെ ഈ വചനങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കണം, ഷെയർ ചെയ്യണം. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ.